നമസ്കാരം. സ്വപ്നങ്ങളെന്ന സ്വർഗകുമാരികൾ. സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. 1965 എം കൃഷ്ണൻ നായരുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കാവ്യമേള എന്ന ചലച്ചിത്രത്തിനു വേണ്ടി വയലാർ രാമവർമ്മ എഴുതി വി ദക്ഷിണാമൂർത്തിയുടെ സംഗീത സംവിധാനത്തിൽ യേശുദാസിൻ്റെയും പി ലീലയുടെയും ശബ്ദമാധുരിയിലൂടെ അനശ്വരമാക്കപ്പെട്ട ഗാനമാണിത്. ഉറക്കത്തെ മനോഹരമായ അനുഭൂതിയാക്കി തീർക്കുന്ന സ്വപ്നത്തെ എത്ര ഹൃദ്യമായിട്ടാണ് കവി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് നോക്കൂ. ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഉറങ്ങുമ്പോൾ നമ്മുടെ മസ്തിഷ്കം പ്രവർത്തിക്കുന്നത്. അത്തരമൊരു അവസ്ഥയിലുണ്ടാകുന്ന ഒരു മാനസിക പ്രതിഭാസമാണ് സ്വപ്നം. വൈവിധ്യമാർന്ന പ്രതിബിംബങ്ങളുടെ ഒരു പരമ്പരയായിട്ടായിരിക്കും അവ അനുഭവപ്പെടുക. യുക്തിക്ക് നിരക്കാത്ത വിധത്തിൽ അവ്യക്തതയോ അരാജകത്വമോ നിഴലിക്കുന്നവയായിരിക്കും പലപ്പോഴും നമ്മുടെ സ്വപ്നങ്ങൾ. യഥാർത്ഥ ജീവിതത്തിൽ ഒരിക്കലും നടക്കാൻ ആഗ്രഹിക്കാത്തതും നടക്കാൻ യാതൊരു സാധ്യതയില്ലാത്തതുമായ കാര്യങ്ങളൊക്കെ സ്വപ്നങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടാകും. എന്തിനേറെ പറയുന്നു, ഒരിക്കൽ പോലും നമ്മുടെ ചിന്തയിൽ വരാത്ത കാര്യങ്ങളും സ്വപ്നങ്ങളിൽ നമ്മൾ കണ്ടെന്നു വരാം. എന്നാൽ സ്വപ്നാവസ്ഥയിൽ നമുക്ക് ഇതൊക്കെ നടക്കുന്നതായിട്ടായിരിക്കും അനുഭവപ്പെടുക. ഉണർന്നു കഴിയുമ്പോഴാണ് നടക്കാത്ത കാര്യങ്ങൾ ഓർത്താണല്ലോ ടെൻഷൻ അടിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വപ്നങ്ങൾ എല്ലായ്പ്പോഴും സർഗാത്മകമോ സഭ്യതയുള്ളതോ ആയിരിക്കണമെന്നില്ല. പലപ്പോഴും നമ്മളെ തന്നെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള സ്വപ്നങ്ങൾ നമ്മിൽ പലരും കണ്ടിട്ടുണ്ടാകും. ഉണർന്നിരിക്കുന്ന സമയത്ത് പ്രവർത്തിക്കുന്നത് നമ്മുടെ ബോധ മനസ്സാണ്. ധാർമ്മികതയും സഭ്യതയുമൊക്കെ നമ്മുടെ ബോധ മനസ്സിലാണുള്ളത്. ഉണർവിലും ഉറക്കത്തിലും നമ്മുടെ മസ്തിഷ്കം പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും ഉറക്കത്തിൽ പ്രവർത്തനനിരതമാകുന്നത് നമ്മുടെ ഉപബോധ മനസ്സാണ്. ഉപബോധ മനസ്സിന് ധർമ്മനീതിയോ സഭ്യതാ സങ്കല്പങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങൾക്ക് യുക്തിബോധവും സഭ്യതയും ഉണ്ടാകണമെന്നുമില്ല. ഇതുവരെ നമ്മുടെ ബോധമനസ്സിൽ കടന്നു വരാത്ത കാര്യങ്ങൾ പോലും നാം സ്വപ്നങ്ങളിലൂടെ കണ്ടെന്നു വരാം. ഉണർന്നിരിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന വിവരങ്ങളും മസ്തിഷ്കത്തിൽ ശേഖരിച്ചു കൊണ്ടിരിക്കും. അവയൊക്കെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാൻ അപ്പോൾ നമുക്ക് സാധിച്ചുവെന്ന് വരില്ല. കാരണം ഇങ്ങനെ ലഭിക്കുന്ന അസംഖ്യം വിവരങ്ങൾ തത്സമയം സമന്വയിപ്പിക്കുവാൻ മസ്തിഷ്കത്തിന് സാധിക്കുന്നില്ല എന്നതുതന്നെ. അവയെ സമന്വയിപ്പിക്കാൻ അഥവാ പ്രോസസ്സ് ചെയ്തെടുക്കാൻ മസ്തിഷ്കത്തിന് ചില രാസപദാർത്ഥങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. മസ്തിഷ്കത്തിന് വിശ്രമം ലഭിക്കുമ്പോഴേ അത്തരം രാസപദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയുള്ളൂ. ആ വിശ്രമം ലഭിക്കുന്നതാകട്ടെ നമ്മൾ ഉറങ്ങുമ്പോഴാണ്. ലഘുനിദ്രയിൽ കൂടി ആവശ്യത്തിനുള്ള രാസപദാർത്ഥങ്ങൾ മസ്തിഷ്കം ശേഖരിച്ചു കഴിയുമ്പോൾ ലഘുനിദ്രയിൽ നിന്ന് ഗാഢനിദ്രയിലേക്ക് മാറുന്നു. ഈ സമയത്താണ് നേരത്തെ മസ്തിഷ്കത്തിൽ ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ ശേഖരിച്ച വിവരങ്ങളുടെ സമന്വയ പ്രക്രിയകൾ നടക്കുന്നത്. അങ്ങനെ പ്രോസസ്സ് ചെയ്യപ്പെടുമ്പോഴാണ് ആ വിവരങ്ങൾ നമ്മുടെ ബുദ്ധിയുടെയും ഓർമ്മയുടെയും ഒക്കെ ഭാഗമായി മാറുന്നതും ആവശ്യമുള്ള അവസരങ്ങളിൽ അവ നമുക്ക് വീണ്ടെടുക്കാൻ കഴിയുന്നതും. ഒരു സ്റ്റേഷനറി ഷോപ്പിലോ ഒരു ലൈബ്രറിയിലോ നിശ്ചിത സ്ഥാനത്ത് അടുക്കി വച്ചിരിക്കുന്ന അസംഖ്യം സാധനങ്ങളോ പുസ്തകങ്ങളോ ആവശ്യത്തിനനുസരിച്ച് എടുക്കാൻ കഴിയുന്നത് പോലെ നമ്മുടെ മസ്തിഷ്കത്തിൽ ശേഖരിച്ചു വച്ചിരിക്കുന്ന എണ്ണമറ്റ വിവരങ്ങളും ഓർമ്മകളുമൊക്കെ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാൻ കഴിയുന്നത് ശരിയായ വിശ്രമം അഥവാ ഉറക്കം ലഭിക്കുന്ന സമയത്ത് നമ്മുടെ മസ്തിഷ്കം അത് പ്രോസസ്സ് ചെയ്ത് ക്രമമായി അടുക്കി വയ്ക്കുന്നത് കൊണ്ടാണ്. ഇതിൽ നിന്നും ഉറക്കം എന്ന പ്രക്രിയയുടെ പ്രാധാന്യവും നമുക്ക് മനസ്സിലാകുന്നു. ഇടയ്ക്കൊക്കെ ദുസ്വപ്നങ്ങൾ കാണാറുണ്ടെങ്കിലും നമ്മുടെ ഉറക്കത്തെ മനോഹരമായൊരു അനുഭൂതിയാക്കി മാറ്റുന്ന സ്വർഗകുമാരികൾ തന്നെയാണ് സ്വപ്നങ്ങൾ. നമസ്കാരം.